ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്കെതിരെ രൂക്ഷമായ പ്രതിഷേധമുയർന്നു. അതിനിടെ കൊല്ലപ്പെട്ട ഒച്ചുതേവരുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പൂപ്പാറ തലക്കുളത്ത് മകളുടെ തോട്ടത്തിന്റെ മേൽനോട്ടം വഹിച്ചു വരികയായിരുന്ന ബോഡി നായ്ക്കന്നൂർ സ്വദേശി ഒച്ചുതേവരാണ് വ്യാഴാഴ്ച രാവിലെയോടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കനത്ത മഞ്ഞുണ്ടായിരുന്നതിനാൽ തോട്ടത്തിൽ ആന നിൽക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കാട്ടാനയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഒച്ചുതേവരെ പൂപ്പാറയിലെത്തിച്ച് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആള് മരിച്ചെന്ന് മനസ്സിലായി. ആള് മരിച്ച ശേഷം ഇവിടെ നിന്ന് കാനാവിളക്കിന് തമിഴ്നാട്ടിലേക്ക് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതിന്റെ ബന്ധുക്കളോടെങ്കിലും ചോദിക്കണ്ടായിരുന്നു ഇത് എവിടെയായിട്ട് കൊണ്ടുപോകണം, ഈ സാധനം നിങ്ങൾ ഈ ലാസ്റ്റ് ബന്ധുക്കൾ കയ്യേക്കുമെന്നെങ്കിലും ചോദിക്കണ്ടായിരുന്നു. തുടർന്ന് കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരും CPM പ്രവർത്തകരും കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. വനംവകുപ്പിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. ബന്ധുക്കളുടെ അനുമതിയില്ലാതെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായും ആരോപണമുയർന്നു. പിന്നീട് ഉടുമ്പൻചോല MLAയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. അപ്പോൾ DFO ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെത്തി. അപ്പോൾ ഇപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിരിക്കുന്നത് അവർക്കുള്ള കോമ്പൻസേഷനാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 10 ലക്ഷം, അതിൽ 5 ലക്ഷത്തിൻ്റെ ചെക്ക് ഇപ്പോൾ തന്നെ കൊടുത്തു. അടുത്തത് ലീഗൽ ഹയേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ 5 ലക്ഷവും, കളക്ടർ 4 ലക്ഷം രൂപ ഏറ്റവും അടുത്ത ദിവസം തന്നെ കൊടുക്കാം എന്നുള്ളത് കളക്ടറും അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഒച്ചുതേവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനമായി. ഇതിൽ 5 ലക്ഷം രൂപ ഉടൻ കൈമാറും. ആകെ തുകയിൽ 4 ലക്ഷം രൂപ റവന്യൂ വകുപ്പും ബാക്കി തുക വനം വകുപ്പുമാണ് നൽകുക. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.